സിനിമാ താരം കനകയെ വീണ്ടും കൊന്നു. ഇത്തവണയും കൊലപാതക കാരണം പഴയത് തന്നെ. മികച്ച ഒട്ടേറെ കഥാപാത്രങ്ങളുമായി സിനിമാ ലോകത്ത് 90കളിൽ നിറഞ്ഞു നിന്ന അഭിനേത്രിയാണ് കനക. സിദ്ദിഖ് സംവിധാനം ചെയ്ത ഗോഡ്ഫാദറിലെ മാലു എന്ന കഥാപാത്രം മുതൽ ഏഴര പൊന്നാന, വിയറ്റ്നാം കോളനി, ഗോളാന്തര വാർത്ത, വാർദ്ധക്യ പുരാണം, പിൻഗാമി, മന്ത്രി കൊച്ചമ്മ, നരസിംഹം വരെയുള്ള ഒട്ടുമിക്ക സിനിമകളും കനകയുടെ വേഷങ്ങളും വലിയ ഹിറ്റായിരുന്നു. 2000-ലാണ് കനക അഭിനയ ലോകത്തു നിന്നും അപ്രത്യക്ഷയാവുന്നത്. കുറെ കാലം നിശബ്ദമായ ജീവിതം നയിക്കുകയായിരുന്നു. അതിനിടെ നടിയുടെ വ്യക്തിജീവിതം വലിയ ചർച്ചയായി. ക്യാൻസർ ബാധിച്ച് ആലപ്പുഴയിലെ ഒരു ആശുപത്രിയിൽ കനക ചികിത്സയിലാണെന്നും ആരും നോക്കാനില്ലാത്ത അവരുടെ ജീവിതം വലിയ ദുരവസ്ഥയിലാണ് എന്നൊക്കെയായിരുന്നു ചിത്രങ്ങൾ സഹിതം ആളുകൾ പ്രചരിപ്പിച്ചത്. ഒടുവിൽ പത്രസമ്മേളനം വിളിച്ചു ചേർത്താണ് താൻ മരിച്ചിട്ടില്ലെന്ന് കനക ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. താൻ ആരോഗ്യവതിയാണെന്നും ആലപ്പുഴയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെന്ന വാർത്തകളിൽ കഴമ്പില്ലെന്നും അവർ പ്രതികരിച്ചു. 2013-ലെ അതേ വാർത്ത 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രചരിച്ചു. ഏറെ നാളായി ക്യാൻസർ എന്ന തീരാവ്യാധിയോട് മല്ലിട്ടിരുന്ന അഭിനേത്രി കനക മരണത്തിന് കീഴടങ്ങി എന്നായിരുന്നു ഹെഡിങ്. തന്റെ മരണവാർത്ത വന്നതിനെക്കുറിച്ച് കനക പറയുന്നത് ഇങ്ങനെ: വിയറ്റ്നാം കോളനിയുടെ ചിത്രീകരണത്തിന് വേണ്ടിയാണ് ആകെ ഒരു തവണ ആലപ്പുഴയിൽ വന്നിട്ടുള്ളത്. അവിടെ വെച്ച് താൻ മരിച്ചുവെന്ന് വാർത്ത വന്നു. അമ്മ മരിച്ചതിന് ശേഷം ഞാൻ പുറത്തെങ്ങും പോയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരം വാർത്തകൾ പ്രചരിച്ചതെന്നറിയില്ല. ഞാനിപ്പോൾ തടിച്ചിട്ടാണ്. പഴയ കനകയെപ്പോലിരിക്കുന്ന ആരെയെങ്കിലും ആലപ്പുഴയിലെ ക്യാൻസർ സെന്ററിൽ വെച്ച് കണ്ടിട്ടാകും ഇത്തരം വാർത്തകൾ പ്രചരിച്ചതെന്നും കനക പറഞ്ഞു. ഒരു ചിത്രത്തിൽ അഭിനയിച്ച് അഭിനയം നിർത്താമെന്ന് കരുതി രംഗത്ത് വന്നയാളാണ് ഞാൻ. എന്നാൽ ഇത്രയും സിനിമകൾ ചെയ്തത് അതിശയമാണ്. എന്നെക്കൊണ്ട് അഭിനയിക്കാൻ പറ്റുമോ എന്ന് അമ്മയ്ക്ക് സംശയമായിരുന്നു. താല്പര്യമുണ്ടെങ്കിൽ ചെയ്യൂ എന്നായിരുന്നു അമ്മയുടെ നിലപാട്. ഇനി നായികയായി അഭിനയിക്കാൻ പറ്റില്ല. നായകന്റെ അമ്മയായോ ചേച്ചിയായോ വേഷങ്ങൾ ലഭിക്കും. അതിന് താല്പര്യവുമില്ല. എന്നെക്കുറിച്ച് വാർത്തകൾ വന്നപ്പോൾ ഒരുപാട് പേർ അന്വേഷിച്ചു. അസുഖമാണെന്ന് കേട്ട് ഡോക്ടറെ നിർദ്ദേശിച്ചവരുമുണ്ട്. ഞാൻ അത്രയധികം ചിത്രങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും ആളുകൾ ഓർത്തു വയ്ക്കുന്നതും അന്വേഷിക്കുന്നതും ദൈവാനുഗ്രഹമാണെന്നും കനക പറഞ്ഞു. 20 വർഷത്തിലേറെയായി സിനിമാ മേഖലയിൽ നിന്നും അഭിനയ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുന്ന കനക പിന്നീട് മാധ്യമങ്ങളിൽ നിറയുന്നത് സ്വത്തും സമ്പാദ്യവുമെല്ലാം അച്ഛൻ തട്ടിയെടുത്തു എന്ന ആരോപണവുമായി രംഗത്ത് വന്നപ്പോഴായിരുന്നു. കനകയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നടി കുട്ടി പത്മിനി ഫോട്ടോ സഹിതം പങ്കുവച്ചിട്ടുണ്ട്. കുട്ടി പത്മിനി പറയുന്നത് ഇങ്ങനെയാണ്: കനകയെ അന്വേഷിച്ചു പോയി. ആ ഏരിയയിൽ പോയി ഒരുപാട് അന്വേഷിച്ചാണ് കണ്ടുപിടിച്ചത്. ദേവിക എന്ന് പുറത്തെഴുതി വെച്ചിരുന്നത് കൊണ്ട് എളുപ്പമായി. വീടിന്റെ പുറത്തും അകത്തും പൂട്ടിയിരുന്നു. പക്ഷേ അകത്ത് ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. അടുത്തുള്ള ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് അവർ എപ്പോൾ വരുമെന്നോ എപ്പോൾ പോകുമെന്നോ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നാണ്. അവളുടെ അമ്മ ദേവിക എന്ത് സ്നേഹമുള്ള സ്ത്രീയായിരുന്നു. അവരുടെ മോൾക്ക് ഈ ഗതിയായല്ലോ. ആ കുട്ടിയെ സഹായിക്കാൻ ആരും ഇല്ലല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചുപോയി. പെട്ടെന്നാണ് ഒരു ഓട്ടോയിൽ കനക വന്നത്. ഞാൻ പെട്ടെന്ന് പോയി കെട്ടിപ്പിടിച്ചു. എൻ്റെ കൂടെ കോഫി ഷോപ്പിലേക്ക് വരാമെന്ന് സമ്മതിച്ച് ഓട്ടോ വിട്ടിട്ട് കാറിൽ കയറി. വണ്ടി റിപ്പയർ ആണ് ചേച്ചി, അതാ ഇപ്പോൾ ഓട്ടോയിലൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞു. അവളുടെ വീട്ടിൽ ഒരു കാർ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവളോട് പെട്ടെന്ന് ഈ പഴയ കാറൊക്കെ കൊടുത്ത് പുതിയ കാർ വാങ്ങാൻ പറഞ്ഞു. കോഫി ഷോപ്പിൽ പോയി കോഫിയൊക്കെ കുടിച്ച് എന്നോട് കുറേ സമയം സംസാരിച്ചു. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കനക. അവിടെ നിന്നും കേക്ക് ഉൾപ്പെടെ അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കൊടുത്തു. ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അവൾ തന്നെ കൊടുത്തു. നമുക്ക് ഒരുമിച്ചൊരു ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ചെയ്യാൻ ചേച്ചി, എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു എന്നോട്. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവളുടെ അമ്മയെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ചിരിച്ച് സന്തോഷിച്ച് അതൊക്കെ കേട്ടിട്ട് ഞാൻ അവളോട് പറഞ്ഞു, നീ ഈ പഴയ വീടൊക്കെ വിട്ടിട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങി അങ്ങോട്ട് താമസം മാറണമെന്ന്. രാജകുമാരിയെ പോലെ നീ ജീവിക്കണം. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ഞാൻ ദേഷ്യപ്പെട്ട് ചോദിച്ചു. ഇല്ല ചേച്ചി, ഞാൻ അച്ഛനുമായിട്ട് സ്വത്തിൻ്റെ പേരിലുണ്ടായിരുന്ന കേസും വഴക്കുമൊക്കെ തീർന്നു. ഇപ്പോൾ കോംപ്രമൈസ് ആയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. എന്തിനാണ് കനക നീ ആരോടും ഒരു ബന്ധവുമില്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്? നിനക്ക് എല്ലാവരോടും സംസാരിച്ച് ഈ പഴയ വീടൊക്കെ വിട്ട് സേഫ്റ്റി ആയിട്ടൊരു ഫ്ലാറ്റ് എടുത്ത് അവിടെ താമസിച്ച് കുറേ വിദേശ രാജ്യത്തൊക്കെ ടൂറൊക്കെ പോയി സന്തോഷമായി ജീവിച്ചൂടെ എന്നൊക്കെ ഞാൻ ചോദിച്ചു. ഇപ്പോൾ കുറച്ച് വെയിറ്റൊക്കെ കൂടിയിട്ടുണ്ട്. വെയിറ്റ് എങ്ങനെ കുറയ്ക്കാമെന്നൊക്കെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. കനക നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ആളാണ്. നിനക്ക് ഡാൻസ് ക്ലാസ്സിന് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ ചേച്ചി, ഞാൻ എങ്ങനെ പോകാനാണ്, അതും ഈ അവസ്ഥയിൽ എന്നൊക്കെ പറഞ്ഞു. മൊത്തത്തിൽ എന്തായാലും ആൾ സന്തോഷമായിട്ടിരിക്കുവാണ്. അവളെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൾ എല്ലാവരോടും സംസാരിക്കാനും അടുക്കാനുമൊക്കെ പേടിക്കുന്നുണ്ട്. അമ്മ കൊഞ്ചിച്ച് വളർത്തിയതാണ്. സിനിമയിൽ നിന്നും വിട്ടുനിൽക്കാൻ തുടങ്ങിയതിന് ശേഷം കോടതിയും കേസും മാത്രമായിരുന്നു കനകയുടെ ജീവിതം. എന്നോട് അവൾ പറഞ്ഞത്, എനിക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ചേച്ചി. എല്ലാവരും നല്ലപോലെ ഇരിക്കും, എന്നിട്ട് അവസാനം എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി എന്നെ ചതിക്കും. അതുകൊണ്ട് എനിക്ക് ആരും വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചെന്ന്.
അങ്ങനെ സോഷ്യൽ മീഡിയ പലതവണ കൊന്ന കനക ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇതുപോലെ എത്രയോ താരങ്ങളെ സോഷ്യൽ മീഡിയ പലതവണ കൊന്നിട്ടുണ്ട്.